കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഫുട്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. കുട്ടമ്പുഴ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം നിയുക്തി MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം പൂർത്തീകരണം ഉടൻ ആരംഭിക്കുമെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. വലിയ ഒരു നാടാക്കി നമ്മുടെ നാടിനെ നമുക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കാനുള്ള വലിയ ആലോചനയിലാണ് നമ്മളെല്ലാവരും. നമുക്ക് ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുവാനും കൂടുതൽ അവരെ പ്രാപ്തരാക്കുവാനും ഉന്നത മത്സരങ്ങൾക്കും അതോടൊപ്പം തന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ജോലി ലഭ്യമാക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ സ്പോർട്സിന് കഴിയും. കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ജേഴ്സി വിതരണം ചെയ്തു. യുവ ക്ലബ്ബ് പ്രസിഡന്റ് CBKA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് കൺവീനർ ഹംസ PM, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചിഞ്ചു എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അരുണിമ വിനീഷ്, സിസ്റ്റർ ജ്യോതി മരിയ, കോച്ച് ബിനു വീസ്കറിയ, യുവ ക്ലബ്ബ് രക്ഷാധികാരി മുരളി കുട്ടമ്പുഴ, യുവ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജിനിൽ ജോർജ്, ജോയിന്റ് സെക്രട്ടറി സിനോ ചാക്കോ, ട്രഷറർ ജോബി തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് റിമി ഫ്രാൻസിസ്, വനിതാ വിംഗ് സെക്രട്ടറി രാജമ്മ രാജൻ, ട്രഷറർ ബ്ലസി ബേബി, യുവ ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയൻ ചന്ദ്രൻ, ബാബു MD, എൽദോസ് MM, സിന്ധു വിൽസൺ, സുമേഷ് EU, ജിഷ ജയൻ, മായ പീതാംബരൻ, രഞ്ജു എബി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.